ഇന്ത്യ സ്റ്റോറി നാടകയാത്രയ്ക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന നാടകയാത്രയ്ക്ക് കുന്നംകുളം കാണിയാമ്പാൽ അംബേദ്കർ മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാൾ മൈതാനത്ത് സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളെയും നേട്ടങ്ങളെയും അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്താനുമാണ് അവർ ശ്രമിക്കുന്നത്. അതിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മൊബൈൽ സംവിധാനമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ട്വീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള രാജ്യത്ത് ഇതും ഇതിനപ്പുറത്തും സംഭവിക്കുന്ന സ്ഥിതിയാണുള്ളത്. ഞാൻ കൂടുതൽ സമയം ഈ കാര്യത്തിന് വേണ്ടി എടുക്കുന്നില്ല. അതുകൊണ്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഈ പ്രവർത്തനം മതവർഗീയതയെ പ്രയോജനപ്പെടുത്തി രാഷ്ട്രീയ അധികാരം പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, അതിനുവേണ്ടി മതബോധത്തെയും ജാതിബോധത്തെയും വിശ്വാസത്തെയും എല്ലാം രാഷ്ട്രീയവൽക്കരിച്ച് വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു ശക്തി, വിധ്വംസക ശക്തി. പരിഷത്ത് മേഖലാ പ്രസിഡന്റ് A. ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർപേഴ്സണായ കുന്നംകുളം നഗരസഭ അധ്യക്ഷ സീതാ രവീന്ദ്രൻ, നഗരസഭാ കൌൺസിലർ VK സുനിൽകുമാർ, പരിഷത്ത് യൂണിറ്റ് പ്രസിഡന്റ് KA സോമൻ എന്നിവർ സംസാരിച്ചു. ജാഥ മാനേജർ മനോജ് തങ്കച്ചൻ സ്വീകരണത്തിന് നന്ദി പറഞ്ഞു. മേഖലാ ട്രഷറർ MP പ്രശാന്ത്, മേഖലയിലെ 12 യൂണിറ്റുകളുടെ പ്രതിനിധികൾ എന്നിവർ ജാഥയെ സ്വീകരിച്ചു. തുടർന്ന് സമകാലിക ഇന്ത്യയിലെ പൊതുരാഷ്ട്രീയ സ്ഥിതികൾ വരച്ചു കാണിക്കുന്ന ഇന്ത്യ സ്റ്റോറി എന്ന നാടകത്തിന്റെ അവതരണവും നടന്നു. നിറഞ്ഞ സദസ്സിന് മുന്നിലാണ് നാടകാവതരണം നടന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ ഇന്ത്യ സ്റ്റോറി നാടകയാത്ര സ്വീകരണ കേന്ദ്രത്തിലെത്തിയിരുന്നു. ആരംഭിക്കുന്നതിന് മുമ്പ് മത്സരത്തിന്റെ നിയമാവലി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ മത്സരത്തിൽ ഏത് കാര്യത്തിലും ഡയറക്ടറുടെ തീരുമാനം അന്തിമമായിരിക്കും.